സുഹൃത്തുക്കളെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം ഇതാണല്ലോ. വേറെ ഇവിടെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. അപ്പൊ ശരി, ഞാൻ പറ്റി രണ്ടു വാക്ക് പറയാം. ഞാൻ ഇവരെയൊക്കെ കമന്റ് ബോക്സ് പോയി നോക്കി. ഇവരെയൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് ബോക്സിൽ മൊത്തം മലയാളികൾ പൂരത്തെറി. നമ്മളെ യൂണിറ്റി കാണിക്കണേണ്. നമ്മൾ അവിടെ 100% ലിറ്ററസി എന്ന് പറഞ്ഞ മലയാളികളെ ഊക്കാറുണ്ട്. അതുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തോരം കാര്യങ്ങൾ നോർത്ത് ഇന്ത്യൻസിനെ കളിയാക്കാറുണ്ട്. അവരെ നമ്മൾ പലപ്പോഴും അവസരം കിട്ടി കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറയും നമ്മൾ സൗത്ത് ഇന്ത്യൻസ് നല്ലതാണ്, നമ്മൾ കേരളനായിട്ട് അടിപൊളി, അവന്മാർ മറ്റേ മോശമാണ്, മരച്ചവന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോരം കളിയാക്കാറുണ്ട്. കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടും. നമുക്കുള്ള മനോഭാവം തന്നെയാണ് അവന്മാർക്കുള്ളത്. അപ്പൊ അതിന് അങ്ങനെ കണ്ടാൽ പോരെ. പിന്നെ രണ്ടാമത്തെ ആ ഡാർക്ക് സെക്ഷൽ ജോക്ക്, അത് ആക്ച്വലി ഈ രൺബീർ അലംബവാദി അവന്റെ കൈ നിട്ട് പറഞ്ഞ സാധനമൊന്നുമല്ല. അതേപോലെ ഒരു ജോക്ക് ഉണ്ട് ഓൾറെഡി പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ആ സാധനം എടുത്ത് നേരെ ഇവിടെ പറഞ്ഞതാണ്. കാരണം ഈ ഷോ എന്ന് പറഞ്ഞാൽ അവിടെ പാലും പഴവും കൊടുക്കുന്ന ഷോ അല്ല, അതൊരു റോസ്റ്റ് ഷോ ആണ്. അതിനകത്ത് മോക്കറിയും റോസ്റ്റും റേസും പലതും അവന്മാർ മിക്സ് ചെയ്താണ് സംസാരിക്കുന്നത്. ആ ഷോ പോലും വേറൊരു ഇംഗ്ലീഷ് ഷോയിൽ നിന്ന് കോപ്പിയാണ്. അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ഷോ. അവനൊരു തെറ്റ് പറ്റി അവൻ വെളിയിൽ നിന്നൊരു സാധനം എടുത്ത് ഇവിടെ കൊണ്ട് ഇറക്കുമ്പോൾ അത് ഇവിടുത്തെ കൾച്ചറിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ദഹിക്കുമോ എന്ന് അവൻ ചിന്തിച്ചില്ല. അവനത് അതിന്റെ സെൻസിലെ എടുക്കൂ എന്ന് കരുതിയാണ് ആ ജോക്ക് അവിടെ അടിച്ചത്. പിന്നെ അവനെ വെറുതെ വിടറേ. അവൻ പറഞ്ഞൊന്ന് അപ്പോളജി വരെ പറഞ്ഞു. അവനെ വെറുതെ വിടാൻ പോയി ജീവിക്കിട്ടു. നമ്മൾ പൊതുവെ മലയാളികൾക്ക് മനസ്സിലാവാത്ത കുറെ സാധനങ്ങളുണ്ട്. ഈ റോസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇൻസൾട്ട് ആയിട്ട് പല കാര്യങ്ങളോട്ട് എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പലതും നമ്മൾ യൂറോപ്യൻസിനെ അഡാപ്റ്റ് ചെയ്ത് പലരും അവരെ കണ്ടുപിടി, അവരെ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ചില സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അത് നമ്മുടെ ഭാഷയുടെയും നമ്മുടെ രീതിയുടെയും നമ്മുടെ കൾച്ചറിന്റെ ഒക്കെ വ്യത്യാസമാണ്. അതിന്റെ ഒരു പ്രശ്നമാണ്. സോ അപ്പൊ ആ പ്രശ്നം ഇവന് പറ്റി, ഇവനത് ശ്രദ്ധിക്കണമായിരുന്നു. എന്നാൽ പോലും അവൻ അപ്പോളജി ഒക്കെ പറഞ്ഞ് അവനെ വെറുതെ വിടേണ്ട സമയമായിരിക്കുന്നു. ഇതാണ് എന്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം പറ.